JBL ഈ അടുത്തിടെ പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് JBL Waveflex എന്ന് പറയുന്ന ഇയർബഡ്സ്. ഈ ഒരു ഇയർബഡ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് JBL ഈ ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. എങ്കിലും ചില കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും തന്നെയാണ്. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്തിട്ട് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ജെനുവിൻ ആയിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ജെനുവിൻ റിവ്യൂസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ JBL Waveflex എന്ന് പറയുന്ന ഇയർബഡ്സ് വന്നിട്ടുള്ളത്. ബോക്സിൻ്റെ ഉള്ളിൽ 2 ബുക്ക്, Type-C ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ നമ്മുടെ ഇയർബഡ്സും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ JBL Waveflex ഇയർബഡ്സിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇയർബഡ്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആൻഡ് സ്ലീക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. മാറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തിൽ. അതുപോലെ തന്നെ ഹിഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള ഹിഞ്ചസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് JBLൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സും ബാക്ക് സൈഡിലായിട്ട് Type-C ചാർജിങ് പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇയർബഡ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇയർബഡ്സിന് ഹാഫ് ഇയർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഹാഫ് ഇയർ ഡിസൈൻ ആയിക്കൊണ്ട് തന്നെ പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ചെവിയിലൊക്കെ വെക്കുന്ന സമയത്ത് ഫിക്സ് ആയിട്ടിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ ചെവിയിലേക്ക് ഞാൻ ഈ ഒരു ഇയർബഡ്സ് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തല ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു സാധനം ഊരിത്തെറിച്ച് പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഇന്നിയർ ഇയർബഡ്സിനെ പോലെ തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഹാഫ് ഇയർ ഇയർബഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് എല്ലാവരുടെയും കേസിൽ അങ്ങനെ ആണോന്നില്ല, ബട്ട് എനിക്ക് ഇത് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇയർബഡ്സിൽ നമുക്ക് ഒരു JBLൻ്റെ ബ്രാൻഡിങ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ തന്നെയാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസും വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇയർബഡ്സിലും LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കേസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. മാറ്റ് ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ചസ് ഒക്കെ അട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ടഡ് ആണ്. നമ്മുടെ ഡിവൈസസുകളുമായിട്ടൊക്കെ തന്നെ ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആകുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് കട്ട് ഓഫ് ആയി പോകുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഇനിയും ഈ ഒരു ഇയർബഡ്സിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 ഹവേഴ്സിൻ്റെ പ്ലേ ടൈം നമുക്ക് ഈ ഒരു ഇയർബഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 മണിക്കൂർ നമുക്ക് ഇയർബഡ്സിനും 24 മണിക്കൂർ നമുക്ക് കേസിൽ ലഭിക്കുന്നതാണ്. 10 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിൻ്റെ പ്ലേ ടൈമും ഈ ഒരു ഇയർബഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ JBLൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ JBLൻ്റെ ഒരു സിഗ്നേച്ചർ സൗണ്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതേ രീതിയിൽ 12mm ഡ്രൈവേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വോക്കൽ ക്ലാരിറ്റിയും അതേ രീതിയിൽ തന്നെ ഉള്ള ബേസ് നമുക്ക് ഇതിനകത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അതിനൊരു തരത്തിലുള്ള സംശയവുമില്ല. പിന്നീട് ഈ ഒരു ഇയർബഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറിയതിനു ശേഷം JBL ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഇയർബഡ്സ് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മാക്സ് വോളിയം ലിമിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡിസേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ വോളിയത്തിൽ ഈ ഒരു ഇയർബഡ്സിലെ മ്യൂസിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ ഒരു ഇയർബഡ്സിലെ ആംബിയൻ സൗണ്ട് കൺട്രോൾ ഫീച്ചറും ടോക്ക് ത്രൂ ഫീച്ചറും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ANC ഫീച്ചറോട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്തൂടെ ലഭിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടച്ച് കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള വോളിയംസ് കൺട്രോൾ ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. വീഡിയോസ് ഒന്നും കാണുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ലേറ്റൻസി നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഗെയിമിങ്ങിന് സമയത്ത് നമുക്ക് ലേറ്റൻസി ഫീൽ ചെയ്യും. അതുകൊണ്ട് ഗെയിമേഴ്സ് ആരും തന്നെ ഇത് ചൂസ് ചെയ്യേണ്ട. നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഇയർബഡ്സ് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ഇയർബഡ്സ് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനി നമ്മളൊരു ഇയർബഡ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കോളിംഗ് എക്സ്പീരിയൻസ്. കോളിംഗ് പർപ്പസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇയർബഡ്സ് തന്നെയാണിത്. നമ്മൾ ഫോണിലൂടെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ വോക്കൽസ് പിക്കപ്പ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഡെലിവർ ആക്കുന്നുണ്ട്. നമുക്ക് ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇയർബഡ്സിൽ നിന്ന് സംസാരിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് അറിയത്തില്ല. ഞാൻ പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്ത് കോൾ ചെയ്ത് സംസാരിച്ചു. അതിനകത്ത് എനിക്ക് മനസ്സിലായ കാര്യം ബെറ്റർ ആയിട്ടുള്ളൊരു കോളിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഇയർബഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിനൊരു തരത്തിലുള്ള സംശയമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് നിങ്ങൾ JBL ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വോയിസ് അവെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനോടുണ്ട്. ആ ഒരു ഓപ്ഷനൂടെ ഡിസേബിൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള സൗണ്ടൊക്കെ തന്നെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ സംസാരിക്കുന്ന ചെറിയ മൈന്യൂട്ടായിട്ട് നമുക്കും കേൾക്കാൻ വേണ്ടി സാധിക്കും. അത് നല്ല അനോയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ വോയിസ് അവെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനൂടെ നമ്മൾ ഡിസേബിൾ ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു കോളിംഗ് എക്സ്പീരിയൻസും ഈ ഒരു ഇയർബഡ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയും ഇതിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിലൂടെ 2599 രൂപയ്ക്കാണ് ഇതിൻ്റെ നോർമൽ പ്രൈസ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഓഫർ ടൈമിൽ 2000 to 2200 രൂപ റേഞ്ചിലായിരിക്കും ഈ ഇയർബഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്.
ഒരു 2500 രൂപ റേഞ്ചിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ഇതിന് പകരമായിട്ട് പല ഇയർബഡ്സുകളും ഇതേ രീതിയിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് വരുന്ന ഇയർബഡ്സുകൾ നമുക്കുണ്ട്. ഒരു 2000 രൂപയ്ക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസിനും കോളിംഗ് പർപ്പസിനും വേണ്ടിയൊക്കെ തന്നെ യൂസ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഗെയിമിങ്ങിന് വേണ്ടി ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കയറി ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.